45 വർഷം തിരുവനന്തപുരം നഗരസഭ ഇടതുപക്ഷം ഭരിച്ചു. നമ്മൾ ഏതാണ്ട് തത്തുല്യമായിട്ട് ശക്തിപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി എല്ലാ സമരരംഗങ്ങളിലും നഗരസഭയിൽ അതിശക്തമായിട്ടുള്ള സമരങ്ങളും പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നു. തിരുവനന്തപുരം നഗരസഭ പശ്ചിമ ബംഗാളിന് തുല്യമായിട്ട് കണക്കാക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. ബംഗാളിൽ എന്താ സംഭവിച്ചത്? ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടികുത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ പശ്ചിമ ബംഗാളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് എണ്ണപ്പെട്ട നേതാക്കന്മാർ ബംഗാളിന്റെ വിരിമാറിലൂടെ നടന്നു നീങ്ങി പശ്ചിമ ബംഗാളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി വന്നാൽ അടുത്ത ഭരണകൂടത്തെ നൽകുമെന്ന് ജനം അവരുടെ ഹൃദയത്തിൽ എഴുതിയതുപോലെ ഈ നഗരസഭയിലെ അഴിമതിക്കെതിരെ സംശുദ്ധമായിട്ടുള്ള ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ ഇവിടെ മെമ്പർമാരായിട്ടുള്ളത് ചെറിയ ആളുകളല്ല. ഇവിടെ ഇതിനകത്ത് മെമ്പർമാരായിട്ട് പ്രവർത്തിക്കുന്നത് പരിണിതപ്രജ്ഞരായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ പ്രവർത്തിക്കുന്നവരും ജില്ലാ ചുമതലക്കാരുമായിട്ടുള്ള ആളുകളാണ് മെമ്പർമാർ. നിങ്ങൾ എടുക്കുന്ന ഒരു ശപഥം എന്ന് പറയുന്നത് ഇത് പശ്ചിമ ബംഗാളിന്റെ അപ്പുറത്ത് നമുക്ക് ത്രിപുരയുണ്ടായിരുന്നു, അവർക്ക് ത്രിപുരയുണ്ടായിരുന്നു. നമ്മൾ ആ ത്രിപുരയിലെ ബിപ്ലവ് കുമാറിന്റെ നേതൃത്വത്തിൽ ത്രിപുരയിലെ ഭരണകൂടത്തെ 2.5% വോട്ടിൽ നിന്ന് അവിടെ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമരത്തിലെടുക്കുന്ന പ്രതിജ്ഞ എന്ന് പറയുന്നത് നഗരാസൂത്രണത്തിന് പകരം ആര്യയുടെ നേതൃത്വത്തിൽ അഴിമതി ആസൂത്രണം നടത്തുന്ന ഈ നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭയെ സൃഷ്ടിക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ള തീരുമാനം ഇവിടെ എടുക്കാൻ ജനം തയ്യാറായിട്ടുണ്ട്. ആ തയ്യാറായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹപ്രവർത്തകന്മാർ നടന്നു നീങ്ങിയാൽ മാത്രം മതി എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് ആരാധനായിട്ടുള്ള ശ്രീമാൻ അമിത്ഷാജി നമ്മുടെ കോർ ഗ്രൂപ്പ് യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരെളുപ്പ വഴിയും കേരളത്തിലെ പ്രവർത്തകന്മാർ ഇന്ന് വരെ സ്വീകരിച്ചിട്ടില്ല. കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഒരെളുപ്പ വഴിയിലൂടെയും യാത്ര ചെയ്തിട്ടില്ല. സർവസ്വവും പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ച് മണിക്കൂറുകൾ സമൂഹത്തിന് വേണ്ടിയിട്ട് പൊരുതി പോരാട്ടം നടത്തി ആരോഗ്യം നഷ്ടപ്പെട്ടാലും നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടാലും ഞാൻ പ്രത്യയ ശാസ്ത്രത്തിന്റെ പ്രതിബദ്ധതയിൽ ഊന്നി നിന്നുകൊണ്ട് മുന്നോട്ട് പോയി ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് തീരുമാനമെടുത്തത് കൊണ്ടാണ് നമ്മൾ ഓരോ മെമ്പർമാർ വിജയിച്ചു വന്ന് ഇന്നും നഗരസഭയിലെ ആര്യ മാത്രമല്ല ശിവൻകുട്ടി വരെ ഭയപ്പാടോട് കൂടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരെ നോക്കുന്നത്. എന്താ കാരണമെന്നറിയുമോ? നഗരസഭയുടെ ചെയർമാൻ പദവിയിലേക്ക്, നഗരസഭയുടെ ഹൃദയത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ ഈ ഭരണകൂടത്തിനകത്തേക്ക് വരുന്നത് വരെ മാത്രമേ ഇവരുടെ അഴിമതി നിറഞ്ഞ് ഇവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർക്ക് നാട്ടിലിറങ്ങി നടക്കാൻ സാധിക്കൂ. ജയിലിനകത്ത് പോകേണ്ട സാഹചര്യം ഈ നഗരസഭയിൽ ആര്യയെ സഹായിച്ച പലർക്കും ഉണ്ടാകും. ആര്യയ്ക്കും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി കേരളത്തിൽ ഭരണകൂടത്തിലേക്ക് കടന്നു വന്നപ്പോ ഞങ്ങളൊക്കെ വിചാരിച്ചു ഏത് പാർട്ടി വേണമെങ്കിലും ആകട്ടെ, ഒരു സ്ത്രീയല്ലേ, ഒരു സഹോദരിയാണ്, അവരെ തീർച്ചയായിട്ടും അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഭരണകൂടത്തിനായിരിക്കും തിരുവനന്തപുരത്ത് നേതൃത്വം നൽകുക എന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ചിന്തിച്ചതെങ്കിൽ എങ്ങനെയാണ് അനധികൃതമായിട്ട് കത്തെഴുതിക്കൊണ്ട് നിയമനം നടത്തേണ്ടത് എന്ന് ഡോക്ടറേറ്റ് എടുത്ത ആളാണ് ഇതിനകത്തിരിക്കുന്ന ആര്യക്കറിയുമോ? കേരളത്തിലെ പാവപ്പെട്ട AK ഗോപാലൻ എന്ന് പറയുന്ന നിങ്ങളുടെ പഴയകാല ലീഡർ, നിങ്ങളുടെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, നിങ്ങളുടെ വളരെ അതിപ്രഗത്ഭരായിട്ടുള്ള ഇന്ന് പ്രതിപക്ഷ ലീഡറുടെ പ്രവൃത്തി ഏറ്റെടുക്കാൻ നട്ടല്ലില്ലാത്ത കോൺഗ്രസുകാരുടെ മുന്നിൽ പിണറായി വിജയൻ പോകുന്ന പോക്ക് അബദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം സ്ഥാനമാനങ്ങൾ വലിച്ചെറിഞ്ഞാലും പ്രശ്നമില്ല എന്ന് തീരുമാനിച്ച സഖാവ് അച്യുതാനന്ദന്റെ പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. ആ പാർട്ടിക്കകത്ത് ഇന്ന് പ്രമുഖമായിട്ടുള്ള ഒരു പത്രത്തിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്.
ആ റിപ്പോർട്ട് മാധ്യമ സുഹൃത്ത് പേര് വെച്ചാണ് എഴുതിയിട്ടുള്ളത്. എങ്ങനെ ധൈര്യം കിട്ടി? ഒരു മാധ്യമത്തിൽ വാർത്തകൾ പല രീതിയിൽ വരും. വാർത്ത പേര് വെച്ചെഴുതിയാൽ അതിന്റെ അർത്ഥം അത് അച്ഛനുള്ള വാർത്തയാണ് എന്നാണ്. അങ്ങനെ അച്ഛനുള്ള വാർത്ത എഴുതാൻ ഒരു മാധ്യമ പ്രവർത്തകന് തന്റെ ഇടമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ മാധ്യമ പ്രവർത്തകൻ എഴുതിയിരിക്കുകയാണ്, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് പോലും. എന്താ തീരുമാനം? അഴിമതിക്കാരായിട്ടുള്ള നേതാക്കന്മാരുടെ സ്വത്ത് കുമിഞ്ഞുകൂടുന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തും പാർട്ടി എന്നുള്ള രീതിയിൽ ഒരച്ഛനുള്ള വാർത്ത ഇന്നൊരു പ്രമുഖമായിട്ടുള്ള മാധ്യമത്തിനകത്ത് വായിക്കാൻ സാധിച്ചു. ഇവിടെ തിരുവനന്തപുരത്ത് അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ ഏത് കള്ളനാണ് വലിയ കള്ളൻ എന്ന് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ. ഇവിടുത്തെ മന്ത്രിമാരിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുണ്ട് കേരളത്തിൽ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലേ? ഇവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനത്തെ കുറിച്ച്, കേരളത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജനത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, പട്ടികളുടെ ശല്യത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഉഗാണ്ടയിലെ കാര്യം പറയുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ആ മന്ത്രി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഞാൻ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള മന്ത്രിയാണ് എന്ന് അഹങ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മറുഭാഗത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇപ്പൊ 3ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള സഖാവ് അച്യുതാനന്ദനെ കേരളത്തെ ജനങ്ങൾ, ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ നെഞ്ചേറ്റിയത് കൊണ്ടാണ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഭരിച്ചത്. ഭരിക്കാൻ വിദ്യാഭ്യാസത്തിന്റെ PhD വേണമെന്ന് ശിവൻകുട്ടി സാറിനോട് ഞങ്ങൾ ആരും പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ നാവുണ്ടല്ലോ, ആ നാവിനെ ഒന്ന് ഒതുക്കി നിർത്താൻ വേണ്ടി PhD കഴിഞ്ഞ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ തയ്യാറായില്ലെങ്കിൽ ശിവൻകുട്ടി വിവരമറിയുമെന്നുള്ള രീതിയിലാണ് ഇന്ന് കേരളത്തിൽ ആ മന്ത്രിയുടെ വിവരക്കേട് മുന്നോട്ട് പോകുന്നത്. മറ്റൊരു മന്ത്രിയുടെ ചിഞ്ചൂറാണി CPIയുടെ നേതാവാണ്. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കരയുകയാണ്. തേവലക്കരയില് 13 വയസ്സുള്ള ഒരു കുട്ടി അവിടെ KSCBയുടെ നിങ്ങളുടെ തന്നിഷ്ടം കൊണ്ട്, നിങ്ങളുടെ ധിക്കാരം കൊണ്ട്, നിങ്ങളുടെ ചിന്തയില്ലായ്മ കൊണ്ട് ഒരു പാവപ്പെട്ട കുട്ടി അവരവിടെ ഷോക്കേറ്റ് പിടഞ്ഞു വീണ് മരിച്ചപ്പോ സ്വന്തം മകന്റെ ശവശരീരം കാണാൻ വേണ്ടി ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ തൊഴിലുറപ്പ് പദ്ധതിയുടെ പണിക്ക് പോയിരുന്ന ഒരു സ്ത്രീയാണ് ആ കുഞ്ഞിന്റെ അമ്മ. അവര് വിദേശത്തായിരുന്നു. എന്തിനാ പോയത്? ജീവിക്കാൻ നിർവാഹമില്ലാതെ ഒരു വീട്ടിൽ പണിക്ക് നിൽക്കാൻ വേണ്ടി പോയതാണ്. ആ അമ്മ ഈ മകനെ ഉന്നതിയിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മകനെ മതിവരുവോളമെന്ന് കാണാൻ പോലും സൗകര്യമില്ലാതെ ആ പാവപ്പെട്ട സഹോദരി വിദേശത്ത് പോയി ജോലിയെടുത്ത് ശമ്പളം നാട്ടിലേക്ക് അയച്ച് തന്റെ പൊന്നുമോനെ നോക്കിയിരുന്ന അമ്മ ഇന്ന് ആ മകന് ഉമ്മ കൊടുക്കാൻ വേണ്ടി വരുന്നത് വിറങ്ങലിച്ച മകന്റെ ആ ശവശരീരം കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പറയുകയാണ്, എന്താണ് അവൻ പലക പൊളിച്ചു എന്നാണ് മന്ത്രി പറയുന്നത്. അവൻ പലക പൊളിച്ചത് കൊണ്ടാണ് ഷോക്കേറ്റത് എന്നാണ് പറയുന്നത്. എന്താ ശിവൻകുട്ടി മരത്തിൽ കയറിയിട്ടില്ലേ? മന്ത്രി ശിവൻകുട്ടി നിങ്ങൾ മരത്തിൽ കയറിയിട്ടില്ലേ? നിങ്ങൾ മാങ്ങ എറിഞ്ഞിട്ടില്ലേ? നിങ്ങൾ റോഡിൽ എല്ലാ കുട്ടികളും ചെയ്യുന്ന ഏതൊരു ചെറിയ തോന്നിവാസങ്ങളും ചെയ്തുകൊണ്ട് തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഒരു സുപ്രഭാതത്തിൽ അവരെ നീണ്ടു നിവർന്ന് മന്ത്രിയായതല്ലോ. നിങ്ങൾ സർക്കാർ സ്കൂളിൽ പഠിച്ചില്ലേ? നിങ്ങൾ സർക്കാർ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടിയുടെ എല്ലാ വികൃതിയും 10 ഇരട്ടി കൂടുതൽ ഉണ്ടായിരുന്നുവെന്നാണ് മന്ത്രി ശിവൻകുട്ടി അറിയാവുന്ന ആളുകളൊക്കെ പറയുന്നത്. അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. കാരണം എന്താണ്? എന്റെ ചോദ്യം സിമ്പിളാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, എല്ലാ കുഞ്ഞുങ്ങളും അവർ സ്കൂളുകളിൽ പോകുന്നത് കളിക്കാനും പഠിക്കാനും മാങ്ങയിൽ കല്ലെറിയാനും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിലെ സാധാരണക്കാരുടെ മക്കളാണ്. ആ കുട്ടിക്കെതിരായിട്ടാണ് ആദ്യം മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നത്. അത് കഴിഞ്ഞപ്പോ ഒരമ്മയെ പോലെ നെഞ്ചുപൊട്ടിക്കരയേണ്ടവർ. ഇന്നലെ നമ്മുടെ ആദ്യത്തെ സംസ്ഥാന ഭാരവാഹി യോഗമായിരുന്നു. ഇത് ഇവിടെ പറയുന്നത് ഉചിതമാണോ എന്ന് എനിക്കറിയില്ല. ആദ്യത്തെ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഉടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ സാരി ഞാൻ വാങ്ങി. ഞാൻ കരുതി ആദ്യത്തെ സംസ്ഥാന ഭാരവാഹി യോഗമല്ലേ, ആ പുതിയ സാരി ഇന്നലെ ഉടുക്കാൻ വേണ്ടിയിട്ട് പെട്ടിയിൽ നിന്ന് പുറത്തെടുത്തപ്പോ എന്റെ നെഞ്ചിനകത്തേക്ക് കടന്നു വന്നത് ആ മരിച്ചു വീണ കുഞ്ഞിനെയും ആ കുഞ്ഞിന്റെ അമ്മയെ കുറിച്ചുമുള്ള ഓർമ്മയാണ്. അതവിടെ മാറ്റിവെച്ചുകൊണ്ട് 2 കൊല്ലം പഴക്കമായിട്ടുള്ള സാരി എടുത്ത് ഞാൻ ഉടുത്തത് എന്റെ മനസ്സിന്റെ വികാരമാണ്. ആ കുഞ്ഞവിടെ മരിച്ചു കിടക്കുമ്പോ ചിഞ്ചൂറാണി സുമ ഡാൻസ് കളിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ ഇവർ അമ്മയാണോ? ഇവരൊരു സ്ത്രീയാണോ? ഇവർ ആദിബാബയും നാട്ടത്തുന്ന കള്ളന്മാരും എന്ന് പറയുന്നത് പോലെ ആരാണ് കള്ളത്തരത്തിൽ കൂടുതൽ PhD എടുത്തിട്ടുള്ളത്, റാങ്ക് എടുത്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ കേരളത്തിന്റെ മണ്ണിൽ
അഴിമതി മുന്നോട്ട് പോവുകയാണ്. അപ്പോ എങ്ങനെ ആര്യ നന്നാവും? നന്നാവും? എങ്ങനെയാണ് നഗരസഭയുടെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ത്രീ നന്നാകണമെങ്കിൽ അവർക്ക് റോൾ മോഡൽ വേണ്ടേ? അവർക്ക് കാണാൻ ഒരാൾ വേണ്ടേ? കേരളത്തിൽ അവർ കാണുന്നത് എന്താണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യയിലെ ഒരൊറ്റ മുഖ്യമന്ത്രിയും ചെയ്യാത്ത കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നത് കാണുകയാണ്. മറ്റൊരാൾ കണ്ണൂർക്കാരി, ഓർമ്മയില്ലേ? അവിടുത്തെ ഉന്നതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ എന്നേക്കുമായി ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ നാവുകൊണ്ട് മുറിച്ച് കൊലപ്പെടുത്തിയ ഒരു സ്ത്രീ, കണ്ണൂരിലുള്ള ഒരു സ്ത്രീയെ ആര്യ കാണുകയാണ്. ആര്യ നോക്കുമ്പോ AKGയുടെ ഭാര്യയെ പോലെയോ EMSന്റെ ഭാര്യയെ പോലെയോ അച്യുതാനന്ദന്റെ ഭാര്യ ടീച്ചറെ പോലെയോ അല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമല. അത് ആര്യ കൊണ്ട് കാണുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ കുറിച്ച് ആര്യ പഠിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകന്റെ അവന്റെ പദ്ധതികളും പരിപാടികളും ആര്യ നോക്കിപ്പിടിക്കുകയാണ്. അപ്പൊ കേരളത്തിൽ ഒരു ചെറുപ്പക്കാരി രാഷ്ട്രീയ നവോമണ്ഡലത്തിലേക്ക് കടന്നു വരുമ്പോ അവൾ നോക്കുന്ന റോൾ മോഡലുകളെല്ലാം എന്താണ്? കള്ളന് കഞ്ഞി വെച്ചവരാണ് എങ്കിൽ അവൾ ചിന്തിക്കുകയാണ്, ഞാൻ അധികകാലം ഇവിടെ ഉണ്ടാകില്ല. കാരണം അമിത്ഷാജി ഒന്ന് മെല്ലെ മീശ പിരിച്ച് തിരുവനന്തപുരം ജില്ലയെ നോക്കിക്കഴിഞ്ഞു. വരാൻ പോകുന്ന നാളുകളിൽ ഈ നഗരസഭയുടെ അകത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണകൂടമുണ്ടാകും. അപ്പോ കാട്ടിലെ തടി തേവരുടെ ആന വലിയ വലിയ എന്നുള്ള രീതിയിൽ അവസാനത്തെ മിനുക്കുപടിയിലാണ് ഈ നഗരസഭയിൽ തീവ്രക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഭരണകൂടം മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ ഭരണകൂടത്തിന്റെ കാവൽക്കാരിയെ അന്യായം ചെയ്ത സ്ത്രീയോട് ഞങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ അറിയാം, നിങ്ങൾക്ക് നന്നായിട്ട് കത്തയക്കാൻ അറിയാം, നിങ്ങൾക്ക് എങ്ങനെ നിൽക്കണമെന്നും എങ്ങനെ ഇരിക്കണമെന്നും എങ്ങനെ അഭിനയിക്കണമെന്നും എപ്പോൾ മോഹാത്സ്യപ്പെടണമെന്നും നിങ്ങൾക്കറിയാം. നിങ്ങൾ കേരളത്തിലെ സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ്. പൊതുപ്രവർത്തന രംഗത്ത് നിലനിൽക്കുന്ന ഏത് പാർട്ടിയിലെയും സ്ത്രീകൾക്ക് അപമാനകരമായിട്ടുള്ള ഒരു റോളായിട്ടാണ്, റോൾ മോഡലായിട്ടാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് നിങ്ങൾ നേതൃത്വം നൽകുന്നത്. പിന്നെ ഇങ്ങനെ സമാധാനപൂർവം ഇരിക്കാൻ മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർക്കും ജനപ്രതിനിധികൾക്കും സാധിക്കുക. എന്നാൽ ഞങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള ഭാഷയിലാണ് ഇപ്പോൾ സമരം ചെയ്യുന്നത്. കൊറോണയുടെ സ്റ്റാർട്ടിംഗ് സമയത്ത് ഒരുപക്ഷെ ഇവിടെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടാകും. കൊറോണയുടെ സമയത്ത് പണ്ടാരടുപ്പിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പവിത്രമായ രീതിയിൽ അവിടെ അഗ്നി ജ്വലിക്കുന്ന സമയത്ത് എല്ലാവരും വീടുകളിൽ പൊങ്കാല അടുപ്പ് നിവേദ്യത്തിന് വേണ്ടി വെച്ച സമയത്ത് അതിന് ലക്ഷങ്ങൾ കണക്കെഴുതി. എന്താണ്? പൊങ്കാല കഴിഞ്ഞ് ശുചീകരണ പദ്ധതിക്ക് ലക്ഷക്കണക്കിന് രൂപ കണക്കെഴുതിയെടുത്ത നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. എന്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രവർത്തകർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത്, ചോദ്യങ്ങൾ ചോദിക്കാത്തത്? എങ്ങനെയാണ് നടക്കാത്ത ഒരു കാര്യത്തിനു വേണ്ടി ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ കണക്കെഴുതിയെടുത്ത ഒരു നഗരസഭയുടെ തലപ്പത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഇന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് ചോദ്യത്തിന് ഉത്തരം ഗോവിന്ദൻ മാഷ് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഞങ്ങൾ DYFIക്കാർക്ക് സംരക്ഷണം കൊടുക്കും, ഞങ്ങൾ SFIക്കാർക്ക് സംരക്ഷണം കൊടുക്കും. എന്തിനാണ്? ഗവർണർക്കെതിരെ ഗവർണർ സത്യസന്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുമ്പോ ആ ഗവർണർക്കെതിരെ ഗവർണറെ കൈകാര്യം ചെയ്യുമെന്നുള്ള അവസ്ഥയിലേക്ക് പ്രതികരിക്കുന്ന DYFIയുടെയും SFIയുടെയും ചെറുപ്പക്കാർക്ക് സമർപ്പണം കൊടുക്കുമെന്ന് പറയുന്ന ഗോവിന്ദൻ മാഷാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപവും ഭാരവുമായി മാറിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഗോവിന്ദൻ മാഷിക്ക് പിണറായി വിജയനെ കണ്ട കാൽമുട്ടുകൾ കൂട്ടിയിടിക്കും, വിറയ്ക്കും. ഗോവിന്ദൻ മാഷ് ഒന്നും പറയില്ല. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ പിണറായി വിജയൻ ഇരുന്നിട്ടില്ലേ? ആ സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ കൊണ്ട്, മുഖ്യമന്ത്രിയെ കൊണ്ട് വരച്ചവരയിൽ നിർത്തിക്കാൻ പിണറായി വിജയന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ അഴിമതിക്കാരായിട്ടുള്ള മനുഷ്യരുടെ മുഖത്ത് നോക്കി ഒരു ചോദ്യം ചോദിക്കാൻ അറിയാത്ത, അഴിമതി നടത്തിയിട്ടുള്ള നഗരങ്ങളിൽ, നഗരാസൂത്രണത്തിൽ അഴിമതി നടന്നാൽ അത് ചോദിക്കാൻ അറിയാത്ത
ചോദ്യം ചെയ്യാൻ തന്റേടമില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷുടെ കഴിവുകേട് കൊണ്ട് മാത്രമാണ് ഇന്ന് കേരളത്തിൽ വ്യാപകമായ അഴിമതിയിലേക്ക് ഈ മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, പാവപ്പെട്ട സ്ത്രീകൾ, വിധവകൾ, ആ വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ മക്കൾക്ക് കിട്ടേണ്ട ധനസഹായം, ആ ധനസഹായം പോലും തീവറ്റക്കൊള്ള നടത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐക്കാരന്റെ അക്കൗണ്ടിലേക്ക് എങ്ങനെ നഗരസഭയിൽ നിന്ന് പോയി? ആ ചോദ്യം എന്റെ സഹപ്രവർത്തകന്മാർ നഗരസഭയിൽ ചോദിക്കുമ്പോ, ഞങ്ങളുടെ സഹപ്രവർത്തകർ സമരരംഗത്ത് വരുമ്പോ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കൾ കണക്ക് പറയിക്കേണ്ട ഒരു ബാധ്യത കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾക്ക് കൂടിയുണ്ട് എന്ന് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ആരോഗ്യരംഗം തകർന്നു. 141 കെട്ടിടങ്ങൾ തകർച്ചയിലാണ്. ഈ നഗരത്തിന്റെ കീഴിലും കേടുപാടുകൾ സംഭവിച്ച കെട്ടിടങ്ങൾ നിലനിൽക്കുമ്പോ ആ കെട്ടിടങ്ങളെ പൊളിച്ചു കളഞ്ഞ് അവിടെ നല്ല രീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള യാതൊരു പ്രവൃത്തിയുമില്ലാതിരിക്കുമ്പോ കേരളത്തിലെ ജനകീയ ആസൂത്രണത്തിന് വേണ്ടി ഒരു പ്രധാനപ്പെട്ട വസ്തുത, ആസൂത്രണ കമ്മീഷന് വേണ്ടി പ്രവർത്തിക്കാൻ തന്റേടമുള്ള കഴിവും പ്രാപ്തിയുമുള്ള ചില ആളുകൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുമായിട്ട് നവമാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്തു. അങ്ങനെ നവമാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്തപ്പോ അവിടെ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞു, ഏറ്റവും ആവശ്യമായിട്ട് ഈ നവമാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്ത ആളുകൾ പറഞ്ഞത് കേരളത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എപ്പോഴും വൈദ്യുതി നിലനിൽക്കുക എന്നുള്ളതാണ്. ഏതൊരു നഗരസഭയുടെ കീഴിലും, ഏതൊരു മുനിസിപ്പാലിറ്റിയുടെ കീഴിലും, ഏതൊരു പഞ്ചായത്തിന്റെ കീഴിലും ഏതു സമയത്തും വൈദ്യുതി നിലനിൽക്കണം എന്നുള്ളതാണ് ആസൂത്രണത്തിലെ ഒന്നാമത്തെ ഘടകമെന്ന് കൂടുതൽ ആളുകൾ, ഭൂരിപക്ഷം ആളുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി സംബന്ധിച്ചു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തീരുമാനമെടുത്തു. 1 ലക്ഷം കോടി രൂപ ജനകീയാസൂത്രണം നടന്ന കേരളത്തിലേക്ക് 1 ലക്ഷം കോടി രൂപയോളം 5 വർഷം കൊണ്ട് കേരളത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള മുനിസിപ്പാലിറ്റികളെയും നഗരസഭകളെയും കോർപ്പറേഷനുകളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് വൈദ്യുത വകുപ്പ് വൈദ്യുതി മിച്ചമുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ലക്ഷം കോടി രൂപയോളം കേന്ദ്രത്തിന്റെ വിദ്യുത് ശക്തി വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടായി ദാനം എന്നുള്ള രീതിയിൽ കൊടുത്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? വൈദ്യുതി വകുപ്പ് നന്നായോ? KSEB മെച്ചപ്പെട്ടോ? അതിന്റെ പരിണിതഫലമായിട്ട് ഒരു കുട്ടി ഇന്ന് തുടങ്ങി വീണ് മരിച്ച ഒരു സാഹചര്യം ഞാനും നിങ്ങളും ഇന്ന് കൊല്ലം ജില്ലയിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, തിരുവനന്തപുരത്ത് എല്ലാ മേഖലകളിലേക്കും കിട്ടിയ പൈസ എത്രയാണ്? കണക്ക്, അതായത് നമ്മളെല്ലാവരും ഇരിക്കുന്ന വേദിയിലാണ് ആരാധനായിട്ടുള്ള അമിത് ഷാജി പറഞ്ഞത്, കേന്ദ്രം കേരളത്തിലേക്ക് കൊടുത്തിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ കണക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ചോദിച്ചാൽ കൈമാറാൻ, പൊതുജനം ചോദിച്ചാൽ കൈമാറാൻ ഞാൻ തയ്യാറാണ് എന്ന് പരസ്യമായിട്ടാണ് രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സംസാരിച്ചതെങ്കിൽ, ഈ നഗരസഭയിൽ 45 വർഷമായിട്ട് നിങ്ങൾക്ക് കിട്ടിയ കോടിക്കണക്കിന് രൂപയുടെ കണക്ക് ഇവിടുത്തെ 45 വർഷം ഈ നഗരസഭ ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുമെന്നുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാർ, ഇവിടെ ജയിച്ച ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മളിവിടെ ഇരിക്കും. ഇവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ധാരാളം 560-ലധികം വരുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്തു. ഇവിടെ നിയമനം നടത്താൻ വേണ്ടിയിട്ടാണ്. ഈ ലിസ്റ്റിൽ എങ്ങനെയാണ് കൗൺസിലറുടെ പേര്? ഇവിടെ ആരെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും. കൗൺസിലറുടെ പേര് വരെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് എങ്ങനെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ, എങ്ങനെയാണ്, ഞാൻ പേര് പരാമർശിക്കുന്നില്ല, കാരണം നാളെ തെറ്റ് ബോധ്യപ്പെട്ട് തെറ്റ് തിരുത്തി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരാനുള്ള സാധ്യത പോലും നഗരസഭയ്ക്കകത്തിരിക്കുന്ന നിരപരാധികളായിട്ടുള്ള പല കൗൺസിലർമാരും ചിന്തിക്കുകയാണ്. അവരെ ശിവൻകുട്ടിച്ചേട്ടനെ കാണാൻ വരും, കരനെ കാണാൻ വരും, VV രാജേഷിനെ കാണാൻ വരും. എല്ലാം തെറ്റ് ചെയ്യാത്തവരെ നമ്മൾ പരസ്യമായിട്ട് കൂടെ വന്നാൽ 2 കൈയും നീട്ടി നമ്മൾ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. തിരുവനന്തപുരത്ത് ഈ നഗരസഭയുടെ ഭരണകൂടത്തിന് നമ്മൾ നേതൃത്വം
നമ്മളൊരു പുസ്തകം വെക്കും, ശരിയല്ലേ? നമ്മളൊരു കണക്ക് പുസ്തകം, ജനാധിപത്യത്തിന്റെ കണക്ക് പുസ്തകം തിരുവനന്തപുരത്തെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ജനകീയമായിട്ടുള്ള നഗരസഭയുടെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ, NDAയുടെ നേതൃത്വത്തിൽ നമ്മൾ വരാൻ പോകുന്ന നാളുകളിൽ ഏറ്റെടുക്കാൻ ജനം BJPയെ ഏൽപ്പിക്കാൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വികസിത തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഭാഗ്യവശാൽ എന്ത് പദ്ധതിയാണ് വേണ്ടത്? ഇവിടെ ഇരിക്കുന്ന ഏതൊരു നേതാവിനും നമ്മുടെ സംസ്ഥാനത്തിന്റെ അധ്യക്ഷനുമായി എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെയുള്ള നഗരസഭകൾ, 10,000-കണക്കിന് നഗരസഭകൾ ഇന്ത്യ മഹാരാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുകയും ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ വികസിത കേരളവും വികസിത തിരുവനന്തപുരവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. ആ മാറ്റം നമുക്കുണ്ടാക്കിയെടുക്കാൻ ചെയ്യാം. പിന്നെ സംസ്ഥാനത്തിന്റെ ലക്ഷക്കണക്കിന് മനുഷ്യരെ നിങ്ങൾ പിൻവാതിലൂടെ നിയമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഒരു ഡസനോളം വരുന്ന സഖാക്കന്മാരെ എന്നെ കാണാൻ വന്നു. ഒരു ഡസനിലധികം വരുന്ന സഖാക്കന്മാര് എന്തിനാ വന്നത്? BJPയുടെ ശോഭാ സുരേന്ദ്രനെ കാണാൻ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകന്മാർ എന്തിനു വരണം? വന്നത് എന്തിനാണെന്നറിയുമോ? അവര് 8 കൊല്ലവും 10 കൊല്ലവും ഗുരുവായൂർ അമ്പലത്തില് അടിച്ചുതെളിയും അതുപോലെ തന്നെ കഠിനമായ ജോലികൾ ചെയ്തുകൊണ്ട് അവർക്ക് ആ ജോലിയിൽ ഇരിക്കാമെന്നുള്ള മോഹത്തോടുകൂടി ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ഡസനിലധികം വരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചെറുപ്പക്കാര് അവരെന്താ പറഞ്ഞതെന്നറിയുമോ? ഞാൻ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തെ സമീപിച്ചില്ലേ? അപ്പൊ അവര് പറഞ്ഞു, പിൻവാതിൽ നിയമനം നടത്താൻ 20 ലക്ഷം രൂപയിലധികം കൈക്കൂലി വാങ്ങിക്കൊണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പിൻവാതിൽ നിയമനം നടത്താൻ വേണ്ടിയിട്ട് അവിടെ ആസൂത്രണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ജീവിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നേരെ പാർട്ടിയിൽ ചർച്ച ചെയ്തുകൂടെ? എന്താ പറഞ്ഞെന്നറിയുമോ? അങ്ങനെ പാർട്ടിയിൽ അമ്പലത്തിനകത്ത് നടക്കുന്ന അഴിമതിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറായാൽ ഞങ്ങൾ പാർട്ടിയിലും ഉണ്ടാകില്ല, ഞങ്ങൾക്ക് ജീവിതവും ഉണ്ടാകില്ല എന്നാണ് ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ പറഞ്ഞതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ലക്ഷക്കണക്കിന് പിൻവാതിൽ നിയമനം പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിന് ശേഷം കേരളത്തിൽ നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് MP രാജേഷിന്റെ ഭാര്യയ്ക്ക് വലിയ ജോലി കിട്ടിയത്? MP രാജേഷിന്റെ ഭാര്യയ്ക്ക് വലിയ ജോലി കിട്ടിയപ്പോ ബിജു, ആലത്തൂരിലെ മുൻ MP ബിജു എന്താ പറഞ്ഞത്? ബിജുവിനെ കിടന്ന് ഉറക്കം വരുന്നില്ല. കാരണം ബിജുവിന്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ, MP രാജേഷിന്റെ ഭാര്യയ്ക്ക് വലിയ ജോലി കിട്ടി, എനിക്ക് തത്തുല്യമായിട്ടുള്ള ജോലി വേണം. ബിജു അതിനിറങ്ങി പുറപ്പെട്ടു. ബിജുവിന്റെ ഭാര്യയ്ക്കും കിട്ടി ജോലി. അപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഷിജുഖാൻ പറഞ്ഞു, ചിന്താ ജെറോമിന് വാഴക്കുല എന്താണെന്നോ ചങ്ങമ്പുഴ എന്താണെന്നോ വയലാർ എന്താണെന്നോ അറിയാത്ത ചിന്താ ജെറോമിന് കൊടുത്തു PhD. അപ്പൊ ഷിജുഖാൻ പറഞ്ഞു, എനിക്കും വേണം ഒരു PhD. ഷിജുഖാന് PhD കിട്ടി. അപ്പോഴാണ് ആലത്തൂരിലെ MP ബിജു പറയുന്നത്, കെമിസ്ട്രി പഠിക്കാത്ത ബിജു പറയുകയാണ്, ബിജുവിന് കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് വേണം. ബിജുവിന് കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് കൊടുക്കാൻ വേണ്ടി സർവകലാശാലയുടെ വൈസ് ചാൻസലറെ വിളിച്ചു വരുത്തി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. നോക്കൂ നിങ്ങൾ, MP രാജേഷിന്റെ ഭാര്യയ്ക്ക്, രാജേഷിന്റെ ഭാര്യയ്ക്ക്, ബിജുവിന്റെ ഭാര്യയ്ക്ക് എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട്. എന്നാൽ വീട്ടിൽ അർദ്ധരാത്രി വരെ കുത്തിയിരുന്ന് പഠിച്ച് ഒരു ജോലി മകനോ മകൾക്കോ കിട്ടുമെന്ന് കരുതി മകന്റെയും മകളുടെയും കൂടെ കൂലിപ്പണിക്ക് പോയിട്ടും നടുനിവർത്തുന്ന ഉറങ്ങാൻ സാധിക്കാത്ത അമ്മയ്ക്ക് മകനും മകൾക്കും കാവലിരിക്കുന്ന ആ പാവപ്പെട്ടവരുടെ മക്കൾക്ക് റാങ്ക് കിട്ടിയാലും അവന് കൈക്കൂലി കൊടുക്കാനില്ലെങ്കിൽ ജോലി കിട്ടാത്തവരുടെ നാടായിട്ട് ഈ കേരളം മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ള ഞങ്ങളുടെ മുദ്രാവാക്യത്തെ ഞങ്ങൾ നെഞ്ചേറ്റിയിട്ടുള്ളത്. ഞങ്ങൾ പലരെയും നോക്കിയിട്ട് ആളുകൾ ചിരിച്ചിട്ട് പറയും, ആ ബിജെപിക്ക് MLA ഇല്ല, ബിജെപിക്ക് MP ഇല്ല, ബിജെപിക്ക് ഭരണകൂടങ്ങളില്ല. ഇവിടെ
ചെറുതും വലുതുമായ ഭരണസഭകളില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ പലരും കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു പ്രതിജ്ഞ എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഇതൊന്നുമില്ലെങ്കിലും കേരളത്തിന്റെ നിയമസഭയുടെ അകത്തിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA-മാരേക്കാൾ നട്ടല് ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ MLA-മാരല്ലാത്ത ഞങ്ങൾ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകന്മാർക്കുണ്ട്. നാട് മാറും. തിരുവനന്തപുരത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കരമന ജയൻ ചേട്ടനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ തിരുവനന്തപുരത്തെ അനന്തപുരിയെ മാറ്റിമറിക്കണമെന്നുള്ളത് ഇവിടുത്തെ നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരുടെ വരെ സ്വപ്നമാണ്. അവർ ആഗ്രഹിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ മൂവ്മെന്റ് ഈ നാട്ടിൽ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. നമുക്ക് MLA-മാരുണ്ടാകും, നമ്മൾ ജയിക്കും, നമ്മൾ കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കും. കാരണം നമ്മൾ വെച്ചിട്ടുള്ളത് ഒരു റോസാപ്പൂവിന്റെ ചെടിയല്ല, നമ്മളൊരു ചെറിയ ചെടിയല്ല വെച്ചത്. നിങ്ങൾ ജയിലിൽ കിടന്നത് എന്തിനാണ്? നിങ്ങൾ ജയിലിൽ കിടന്നപ്പോൾ നിങ്ങൾ എടുത്തിട്ടുള്ള സ്വപ്നം, ആ സ്വപ്നം പൂർത്തീകരിക്കാൻ ഇന്നും നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ, തല അടിച്ചു പൊട്ടിക്കുമ്പോഴും വന്ദേ മാതരം എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സമരം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മുൻ അധ്യക്ഷന് ശ്രീമാൻ സുരേന്ദ്രന്റെ യുവമോർച്ചയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തന കർമ്മപഥത്തിലേക്ക് വരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അടികൊണ്ട് ശരീരത്തിൽ നിന്ന് ചോരയൊലിക്കുമ്പോഴും യുവമോർച്ചയുടെ സമരത്തിന് നേതൃത്വം നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പഴയകാല നേതാവ് മാരാർജി മുതൽ കഴിഞ്ഞ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ സുരേന്ദ്രൻ വരെ അവിടെ നിന്ന് വീണ്ടും ഈ നൈരന്തര്യ പ്രവാഹം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങൾ ജനപക്ഷത്താണ്, ഞങ്ങൾ ജനകീയരായിട്ടുള്ള മനുഷ്യരാണ്. ഞങ്ങൾ ഇവിടുത്തെ അഴിമതിക്കെതിരെ, അധാർമികതയ്ക്കെതിരെ ഞങ്ങൾ പ്രവർത്തന രംഗത്തുണ്ടാകും എന്ന് പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. കരമന ജയൻ ചേട്ടനും ശിവൻകുട്ടി ചേട്ടനും രാജേഷും ഒക്കെ തീരുമാനമെടുക്കട്ടെ. ശോഭാ സുരേന്ദ്രൻ 10 ദിവസം ഒരു വെള്ളം പോലും കുടിക്കാതെ ഈ നഗരസഭയുടെ മുന്നിൽ വന്ന് കിടക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ, നിങ്ങൾ വിസിലടിച്ചാൽ, അതിന്റെ പിറ്റേ ദിവസം സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ഉൾപ്പെടെ കേരളത്തിൽ സംസ്ഥാനത്തിന്റെ നേതാക്കന്മാരുണ്ടാകും. നിങ്ങൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് അത് തന്നെയാണ് നമ്മൾ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കും. അതിനുള്ള ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ നല്ല ഒരു സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള എന്റെ എല്ലാ സഹപ്രവർത്തകരുടെ മുന്നിലും സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കാൻ സാധിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ കരമനത്തിന്റെ ഡെയിലി പോസ്റ്റുകൾ ഞാൻ കാണുന്നുണ്ട്. ഒരാൾക്ക് ഒരു ദിവസം ഓട്ടോറിക്ഷ കൊടുക്കുന്നു, അടുത്ത ദിവസം എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് ഞങ്ങളുടെ മെമ്പർമാർ. കരമന അജിത്ത് മാത്രമല്ല, ഞങ്ങളുടെ സഹോദരിമാരായിട്ടുള്ള മെമ്പർമാർ. അപ്പോ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ നേതാക്കന്മാരെ വെല്ലാൻ സാധിക്കുന്നത് കൊണ്ടല്ല കേരള നിയമസഭയിൽ ഞാൻ ഉൾപ്പെടെ 7 പേർ പോകാതിരുന്നത് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് കൊണ്ടാണ്. LDF-ഉം UDF-ഉം നിങ്ങൾ ഒരുമിച്ച് ചേർന്നു ഞങ്ങളെ തോൽപ്പിച്ചു. കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ചു, ശ്രീമാൻ സുരേന്ദ്രനെ തോൽപ്പിച്ചു, ശോഭാ സുരേന്ദ്രനെ തോൽപ്പിച്ചു. ഞങ്ങൾ ഒരു 1/2 ഡസൻ ആളുകൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് വന്നു. അതിന് തൊട്ട് മുൻപും ഞങ്ങൾ 2ാം സ്ഥാനത്ത് വന്നു. എന്നാൽ ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് 1/2 ഡസനിലധികം വരുന്ന ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ കേരള നിയമസഭയ്ക്കകത്തുണ്ടാകുമായിരുന്നു. VD സതീശേട്ടന് പിണറായി വിജയന് ബോൺവിറ്റ് കലക്കി കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലായിരുന്നു. ഞങ്ങൾ അവിടെയും കേരളത്തിലെ ഗവൺമെന്റിനെ മൂക്കുകൊണ്ട് ക്ഷാവരപ്പിക്കാൻ സാധിക്കുമായിരുന്നു. വലിയ മൂവ്മെന്റ് നമുക്ക് നടത്തണം. ആ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നഗരസഭയ്ക്ക് പ്രവർത്തനങ്ങൾക്ക്, എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ജില്ലയുടെ അധ്യക്ഷനെ ആശംസിക്കുന്നതോടൊപ്പം ഇവിടുത്തെ സംസ്ഥാന നേതാക്കന്മാരായിട്ടുള്ള എന്റെ സഹപ്രവർത്തകന്മാർക്ക് എല്ലാ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം നമുക്ക് ഈ നഗരസഭയുടെ കുട്ടി രാജ്ഞിയെ ചില കാര്യങ്ങളൊക്കെ ഭാവിയിൽ കണക്ക് പറയിപ്പിക്കാനുണ്ട്. പിണറായിയിലെ വിജയേട്ടന്റെ മകൾ വീണയെ കണ്ട് ആര്യ കളിക്കണ്ട. കണ്ണൂരല്ല തിരുവനന്തപുരം, കണ്ണൂരല്ല തിരുവനന്തപുരം. കണ്ണൂരിൽ നിങ്ങൾ ഞങ്ങളുടെ കുറെ ബലിദാനികളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ശിവൻകുട്ടി ചേട്ടനും മറ്റു മന്ത്രിമാരും ഒക്കെ പറയുന്നതിനനുസരിച്ച് കത്തെഴുതുകയും മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടുകയും ഈ കാപട്യത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നത് തുടർന്നാൽ ആര്യ വഴി നടക്കണോ വേണ്ടോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി കമ്മിറ്റി
പാർട്ടിയുടെ ഓഫീസിലേക്ക് സഖാക്കന്മാർ, മുന്തിയ സഖാക്കന്മാർ വിളിച്ചു ചോദിക്കേണ്ട ഗതികേടുണ്ടാകും എന്നുള്ള സൂചന നൽകിക്കൊണ്ട് ഈ സമരത്തെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.